ഒക്ടോബർ 7th നിങ്ങൾക്കറിയാവുന്ന ഡേറ്റാണ്. അതായത് ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി അതോറിറ്റീസ് നടത്തിയ ഇൻറ്റേർണൽ എൻക്വയറി, അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് പൂർണ്ണമായിട്ട് അവർ പുറത്തുവിട്ടു. റിപ്പോർട്ട് പുറത്തുവിട്ട് എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചു, എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, എന്താണ് ഫർദറായിട്ടുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, ഇത് രണ്ടുമാണ് അവർ പബ്ലിക് ഡൊമൈനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏകദേശം 3-4 മാസം മുമ്പ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫിനെ അയാളോട് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്യാൻ പറഞ്ഞത് ഈ പറയുന്ന എൻക്വയറി പാനലിൻ്റെ മുമ്പിൽ പോയി ഹാജരാകാൻ വേണ്ടിയാണ്. കാരണം ഡിഫൻസിൻ്റെ ചീഫ് സർവീസിലിരിക്കുമ്പോൾ ഇതേപോലെ എൻക്വയറിയുടെ മുമ്പിൽ പോകുന്നത്, കാരണം യൂണിഫോമിൽ പോകുന്നത് തെറ്റായ സംഭവമാണ്. കാരണം അയാളെ പറ്റിയാണ് എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ഒരു ഡിഫൻസ് ചീഫിനെതിരെ എൻക്വയറി നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരിക്കുന്നത് അവിടുത്തെ പ്രോട്ടോക്കോളിനെ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാളോട് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്തിട്ട്, കാരണം ആ സമയത്ത് വാർ നടക്കുവാണ്, ഹിസ്ബുള്ളയെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇറാനെ അറ്റാക്ക് ചെയ്തു, പിന്നെ പറഞ്ഞു റിസൈൻ ചെയ്യുക, കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് ഹാജരാകുക, കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് അയാൾ റിസൈൻ ചെയ്തത്. പിന്നെ ഈ കാര്യത്തിലോട്ട് കിടക്കാം. എന്തൊക്കെയായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗവും പറയുന്നത്? അവർ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും അവിടുത്തെ പൊളിറ്റിക്കൽ, അതായത് ഇസ്രായേൽ ഭരിച്ചവരും ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് അവരെ രൂക്ഷമായ രീതിയിലാണ് വിമർശിക്കുന്നത്. ഈ രണ്ടു കൂട്ടർ, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആ തെറ്റേറ്റു പറഞ്ഞു, അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇസ്രായേലി പൊളിറ്റിക്കൽ, അതായത് അതിൻ്റെ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന, അത് ഭരിക്കുന്നവരും അവരും ആ തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു. കാരണം ഒരു രാജ്യത്തിന്, ജനാധിപത്യ രാജ്യമാണ്, കാരണം റിപ്പോർട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. കാരണം ഫർദർ ഈ റിപ്പോർട്ടിനകത്ത് വന്ന ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഫർദർ ആ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഇതെല്ലാം കൂടെ മാറ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒക്ടോബർ 7th ഈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഓവർ കോൺഫിഡൻസ്, അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് പറയുന്നത്. അതായത് ഇവർ വിശ്വസിച്ചിരുന്നത് ഒരിക്കലും ഹമാസ് എന്ന് പറയുന്നവർ ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത് മിസൈൽ കൊണ്ടായിരിക്കും. അവരൊരിക്കലും ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യുകയില്ല. കാരണം ഇസ്രായേൽ ഏകദേശം $1 ബില്യൺ മുതൽ മുടക്കിയാണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത്. ഞാൻ ഈ മതിലിൻ്റെ അകത്ത് ഇവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സർവൈലൻസ് എക്യുപ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം റോബോട്ടുകളാണ്, അതായത് യന്ത്രമനുഷ്യനെ വെച്ചേക്കുവാണ്. ഇത്ര ഭാഗത്ത് വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ചെയ്യും. അപ്പം കാരണം ഇവർക്ക് അത്രമാത്രം ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സർവൈലൻസ് എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ, അതായത് സൈബർ അറ്റാക്കും ഇതിനെ മുഴുവനും ജാം ചെയ്യാൻ ഹമാസിന് കഴിഞ്ഞു. ഈ മറ്റാ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പല ആവർത്തി ഈ ഹമാസിൻ്റെ പല ഡ്രില്ലുകളും, അതിനെപ്പറ്റി ഇസ്രായേലി സ്പൈ ഏജൻസിയും ഇൻ്റലിജൻസും പല ആവർത്തി ഇസ്രായേലി ഡിഫൻസിനോടും അതേപോലെ പൊളിറ്റിക്കൽ നേതൃത്വത്തോടും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഡിഫൻസിനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഡ്രില്ല് നടക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെ ഗൗനിക്കണം. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് കൊടുത്ത ഈ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അത് ഇഗ്നോർ ചെയ്തു. അപ്പോൾ അവരുടെ ധാരണ ഈ ഹമാസിൻ്റെ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ സംഭവമാണ്. മിലിറ്ററി ആയിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് കുറഞ്ഞു വന്നു. ഇസ്രായേലിനെ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇതായിരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ പറ്റിയ ഏറ്റവും വലിയ പാളിച്ച. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ലെബനൻ ഭാഗത്ത് ഹിസ്ബുള്ളക്കെതിരെയുള്ള അവിടങ്ങോട്ടാണ് ട്രൂപ്പ് ഡിപ്ലോയ് ചെയ്തിരുന്നത്. ഇവിടെ വലിയ രീതിയിലായിട്ട് ട്രൂപ്പ് ഡിപ്ലോയ് ചെയ്തിരുന്നില്ല. ഒരു ഗാർഡ് ഡ്യൂട്ടി, അതായത് നൈറ്റ് ഗാർഡ്, ഡേ ഗാർഡ് എന്ന് പറഞ്ഞ ഡ്യൂട്ടി മാത്രമാണ് അവിടുത്തെ പട്ടാളക്കാർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പട്ടാളക്കാർക്ക് ഈ ഹമാസ് ഈ ഗ്രൗണ്ട് അറ്റാക്കും ഈ ഗ്ലൈഡറും ബൈക്കും മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച്, അതേപോലെ JCB ഉപയോഗിച്ച് ഈ കൂടുതൽ ഈ ചെറിയ ഡ്രോൺസ് ഉപയോഗിച്ച് ഇത് ജാമാക്കിയിട്ട് ഇത് ഇടിച്ച് അകത്തോട്ട് കയറിയിട്ട്
ഏകദേശം 1.5 മണിക്കൂറോളം അതിന് എങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യണം അതിൻ്റെ കോർഡിനേഷനിൽ ഇസ്രായേലി ഫോഴ്സിന് പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് അവിടെ റിയാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിരുന്നു. ആരാണ് ഇതിന് ഓർഡർ കൊടുക്കുന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ വലിയ പാളിച്ച തന്നെയായിട്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും ഡിഫൻസിൻ്റെ മേധാവിയും അന്ന് അവിടെ ഉണ്ടായിരുന്ന കമാൻഡൻറ്റും ഇവരൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു സംഭവം, അവിടെയുള്ള സിവിലിയൻസിന് സെക്യൂരിറ്റി കൊടുക്കാൻ, അതായത് ഈ പങ്കെടുത്ത് അവിടെ താമസിക്കുന്ന പല ആൾക്കാരുണ്ടായിരുന്നു ഈ നോർത്ത് ഇസ്രായേൽ ഭാഗത്ത്. അതായത് ഇങ്ങനൊരു ആക്രമണം വരുവാണെങ്കിൽ അവർക്ക് എവിടെയാണ് പോയി ഒളിക്കേണ്ടത്, ഇതിനുള്ള സംഭവങ്ങളൊന്നും ഈ പ്രോപ്പറായിട്ട് ഇസ്രായേലി ഗവൺമെൻറ്റും അവിടെ താമസിക്കുന്ന സിവിലിയൻസിന് ആ സൗകര്യം ചെയ്തു കൊടുത്തില്ല. അതായത് ഇവർ പൂർണ്ണമായിട്ടും ഹമാസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഹമാസ് ഇങ്ങനൊരു അറ്റാക്ക്, അതായത് ഗ്രൗണ്ട് അറ്റാക്ക് ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല എന്നുള്ള ധാരണയായി അതിൻ്റെ പേരിലാണ് 1200 പേര് കൊല്ലപ്പെടുകയും മറ്റ് പലരെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോവുകയും ഏകദേശം 3-4 മണിക്കൂർ എടുത്തു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ അസംബിൾ ചെയ്തിട്ട് ഇവരെ തിരിച്ചോടിക്കാൻ. ഇതാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായ, അത് വലിയ പാളിച്ചയായിട്ടാണ് പറയുന്നത്. അതായത് ഡിഫൻസ് ഫോഴ്സിൻ്റെ കോർഡിനേഷൻ തെറ്റി, അതിൻ്റെ പൊളിറ്റിക്കലായിട്ട് മറ്റുള്ള അലേർട്ടും സ്പൈ ഏജൻസി കൊടുത്തു, അത് തെറ്റി. കാരണം ഇവർ കൂടുതലായിട്ടും ഹ്യൂമൻ ഇൻ്റലിജൻസിനേക്കാളിലും സർവൈലൻസ് എക്യുപ്മെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ പാളിച്ചയാണ് ഇത്രയും വലിയ രീതിയിൽ ഇസ്രായേലിനുണ്ടായത്. അതാണ് റിപ്പോർട്ടിൽ ഏറ്റവും ശക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ, അതായത് മൊസാദിൻ്റെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ്, അതായത് ഈ ഹമാസ് ആണെങ്കിലും മറ്റുള്ളവർ മുഴുവന് റീസ്ട്രക്ചർ ചെയ്യണം. അതേപോലെ പൂർണ്ണമായിട്ടും ഈ സർവൈലൻസ് എക്യുപ്മെൻറ്റിനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതേപോലെയുള്ള പല ഡ്രോൺസ് ഇങ്ങനെ പറന്ന് വന്നു കഴിയുമ്പോൾ ഇത് ജാമറാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ അത്യാധുനിക രീതിയിലുള്ളതും പിന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസും കണ്ടിന്യൂസ് ആയിട്ട് ബോർഡർ വാച്ച് ചെയ്യാനും, അതേപോലെ തന്നെ ഹമാസ് ആണെങ്കിൽ ഏത് ശത്രുക്കളെ അതിൻ്റെ ഓരോത് കൊടുക്കുന്ന വെർട്ടിക്കൽസ് ഇൻ്റലിജൻസ് ഇൻപുട്ട് പൂർണ്ണമായിട്ടും മെറ്റീരിയലൈസ് ചെയ്ത് അതിന് ഫർദറായിട്ടുള്ള റിപ്പോർട്ട്സുകൾ തയ്യാറാക്കി എത്രയും വേഗം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനിലുണ്ടായ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷനിലുണ്ടായ പ്രശ്നത്തിൽ എങ്ങനെയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ പാളിച്ചകൾ മാറ്റണം. അതുമല്ല പ്രത്യേക കമാൻഡുകൾ ഇതിനു വേണ്ടി രൂപീകരിക്കണം. അതുപോലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു അറ്റാക്ക് ഇൻ ഫ്യൂച്ചറിൽ വരുമ്പോൾ അവർക്കെവിടെയാണ് പെട്ടെന്ന് അലാം കൊടുത്തിട്ട് അവരെവിടെയാണ് ഒളിക്കാൻ സാധ്യതയുള്ളത്, അതിനുള്ള സംഭവങ്ങൾ ചെയ്യണം. കാരണം 1 ബില്യൺ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന വാളുകൊണ്ട് ഈ പറയുന്നൊരു പ്രയോജനം ഇസ്രായേലി ജനതയ്ക്ക് വന്ന നോവ പാർട്ടിയാണ് അവിടെ നടന്നത്, അതിനും അവർക്ക് കിട്ടിയില്ല. അത് അവരുടെ ഇസ്രായേലി പട്ടാളത്തിന് വന്ന വലിയ പാളിച്ചയായിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് മൊസാദ് റീസ്ട്രക്ചർ ചെയ്യുക, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസും മറ്റുള്ള സാധനങ്ങളും അതിൽ കൂടുതൽ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ, കാരണം അതിലോട്ട് മാറുക, കൂടുതലായിട്ട് എക്യുപ്മെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം ഇതേപോലുള്ള ജാമറും മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിൻ്റെ പേരിൽ ഒരു വെർട്ടിക്കൽസ് ഇപ്പോൾ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ സ്പൈ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടും റീസ്ട്രക്ചർ ചെയ്യുക, ഈ തീരുമാനങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലായിട്ടുള്ള ചർച്ചകളും തുടങ്ങുകയാണ്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയും ബാധിക്കുന്ന ഇഷ്യൂ ആണ്. കാരണം കാശ്മീരിൻ്റെ ബോർഡർ ആണെങ്കിലും, കാരണം അവിടെ ഇങ്ങനെ ടെററിസ്റ്റുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക ഇന്ത്യൻ ബോർഡറിൽ കയറാൻ വേണ്ടി. കാരണം ഈ റിപ്പോർട്ടിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്ത് ഇതേപോലെ ഭീകരപ്രവർത്തനം നടത്തുന്ന പല രാജ്യങ്ങളുണ്ട്, പലതും സമാധാനമായിട്ട് ജീവിക്കുന്ന, കാരണം അവർക്ക് എതിരി പറയുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെയും ഫ്യൂച്ചറും ഈ റിപ്പോർട്ടുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്നൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിലോട്ട് കയറിയ ആ സംഭവം പലയിടത്തും ആവർത്തിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇതേപോലെ പൊട്ടൻഷ്യലായിട്ടുള്ള
ഹമാസ് അതേപോലുള്ള ഭീകര സംഘടനകൾ ഇവർ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇവരുടെ എല്ലാ പ്രവർത്തനത്തിനും വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യണം. അവർക്ക് എപ്പോഴാണ് അടി കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുക്കണം, അല്ലാതെ അത് വൈകിപ്പിച്ച് കൊണ്ടുപോകാൻ ഇടവരരുത്. പിന്നീട് ഇവർക്ക് ആരൊക്കെയാണ് വെപ്പൺസ് ഒക്കെ കൊടുക്കുന്നത്, ആ വെപ്പൺസുമായി ബന്ധപ്പെട്ട് വരുന്ന വഴികൾ പൂർണ്ണമായിട്ട് സ്പൈ ഓപ്പറേഷനെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് അടപ്പിക്കണം. അതേപോലെ ഇത് എത്രമാത്രം ടണൽ ഉണ്ടാകാനുള്ള സാധ്യത, അപ്പോൾ എവിടുന്നാണ് ഈ ടണൽ ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് വരുന്നത്, മറ്റുള്ള മെറ്റീരിയൽസ് വരുന്നത്, ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെ ഇൻ ഡീപ്പായിട്ടാണ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും പുറത്ത് വരുമ്പോൾ ഞാനിപ്പോൾ ടണലിൻ്റെ കാര്യമൊന്നും അതൊക്കെ ഇനി വരാൻ പോകുന്ന റിപ്പോർട്ടിലാണ് വരുന്നത്. അതായത് ഇസ്രായേലി സേനയ്ക്കകത്ത് ഈ ഈ വരാൻ പോകുന്ന മാറ്റം, അത് കാരണം ഈ പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ട്, അപ്പോൾ അതിനകത്തൊരു പാഠം തന്നെയാണ്. അപ്പം അതിനകത്ത് ഹിസ്ബുള്ളയുടെ കാര്യം പറയുന്നത്, കാരണം ഹിസ്ബുള്ളയാണ് ഇവർക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് എന്നും പറഞ്ഞ് ഇസ്രായേലി സേന അവിടെ ഡിപ്ലോയ് ചെയ്തു. കാരണം ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് അവർ ഇഗ്നോർ ചെയ്തപ്പോൾ പക്ഷേ അടി കിട്ടിയത് ഈ ബോർഡറിൽ നിന്നാണ്. അപ്പം അതിനെ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇവർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നത്, ആ രീതിയിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും കൂടാണ് ഈ ഇൻറ്റേർണൽ റിപ്പോർട്ടിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്.